ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. HSST കെമിസ്ട്രി എക്സാം ഇന്നലെ കഴിഞ്ഞു. സോ ഒരുപാട് റെസ്പോൺസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കട്ട് ഓഫ്, എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ വരാതിരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നു. നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാം പേപ്പറായിരുന്നു. ഈവൻ ഞാനിത് 2 പാർട്ടിലായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പാർട്ട് 1 നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പേപ്പർ അനലൈസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഇനിയുള്ള എക്സാംസിലും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ. ഓക്കെ, റേദർ ദാൻ ഓപ്ഷൻസ് ജസ്റ്റ് വായിച്ചു പോകുന്നതിന് പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 35 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ തന്നെ 35 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 30ഓളം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സസിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, 30ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഓക്കെ, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം കുട്ടികൾ വീണ്ടും പറഞ്ഞത് ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്തിട്ടായിരുന്നു ഇട്ടത് എന്നുള്ളതാണ് അല്ലേ? യെസ്, ഇതൊരു പ്രശ്നമായിട്ട് കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതായത് ലെറ്റ്സ് ഇനോർഗാനിക് ക്വസ്റ്റ്യൻ വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനോ റിനേസൻസ് ഒക്കെ ആയിരിക്കും, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫിസിക്കലായിരിക്കും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റിലീസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഫസ്റ്റ് 70 ക്വസ്റ്റ്യൻസ് എന്താണ്, കെമിസ്ട്രിയാണ് തന്നിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ജനറൽ പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷഫിൾ ചെയ്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. കാരണം ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 71 മുതൽ ഞാൻ നന്നായിട്ട് ജനറൽ പാർട്ട് പഠിച്ചിരുന്നു, 71 മുതൽ ഞാൻ ജനറൽ പാർട്ട് എക്സ്പെക്റ്റ് ചെയ്ത് പോയപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഓർഗാനിക്കിൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു നെർവസ്നെസ്സിനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എഫക്റ്റ് ചെയ്യും നമ്മുടെ മെൻ്റൽ പീസ് എന്ന് പറയുന്നത് അല്ലേ? യെസ്, അതൊരു ചെറുതായിട്ടെങ്കിലും കുട്ടികളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് വരുന്നത് ഓഫ് കോഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിരുന്നു. ഫിസിക്കലിലൊക്കെ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മളൊന്ന് പാനിക്കാകും. അതേപോലെ എന്തായിരിക്കും, കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നതാണ് അല്ലേ സ്റ്റേറ്റ്മെൻറ്റ് വൈസ്. അപ്പോൾ അതൊരു പേഴ്സണലി കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങളിത് വെച്ചിട്ട് പേടിക്കേണ്ട. പിന്നീടുള്ളത് മോഡ് ഓഫ് എക്സാം ഓൺലൈൻ ആയിരുന്നു അല്ലേ. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് അതൊരു ഈസിനെസ്സാണ്. കാരണം നമ്മൾ ശീലിച്ച് വന്നത് അതാണ് എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു വരുന്നു. ഓക്കെ, പക്ഷേ ഇതൊക്കെ എന്താണ്, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇതൊന്നും നിങ്ങൾക്ക് മാത്രമല്ല, ഈക്വലായിട്ടുള്ള. അപ്പോൾ ടഫാണെങ്കിൽ എന്തായിരിക്കും, എക്സാമിൻ്റെ കട്ട് ഓഫും എന്തായിരിക്കും? യെസ്, കട്ട് ഓഫും ലെസ് തന്നെ ആയിരിക്കും അല്ലേ. അത് ബേസിക്കലി എക്സാം ടഫ് ആകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, കട്ട് ഓഫ് താഴെ തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 36 ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 36 ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബേസിസിൽ എനിക്ക് തോന്നുന്നു, ഓക്കെ, ഇതൊരു എക്സാക്റ്റ് പ്രിഡിക്ഷൻ ഒന്നുമല്ല. കട്ട് ഓഫ് പ്രിഡിക്റ്റ് ചെയ്യാനും എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്തതാണ്. കാരണം എത്ര പേര് വരുന്നു എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. എനിക്ക് തോന്നുന്നത് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എക്സാം ഒരു മോഡറേറ്റിനേക്കാൾ അല്ലെങ്കിൽ ആവറേജിന് മുകളിൽ ടഫായിരുന്നു. ഓക്കെ, ഈസി ആണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക്. ഓക്കെ, നമ്മൾ പഠിപ്പിച്ചത് ഇപ്പോൾ പാർട്ട് 2-ലാണെങ്കിലും നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാനിത് കംപ്ലീറ്റ്ലി വളരെ ഈസിയാണ് എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാണ്. ഓക്കെ, കുറച്ച് ടഫാണ്. പിന്നീട് നിങ്ങൾ ആ ടൈമിൽ നിങ്ങളൊരു പ്രഷറിൽ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ മുകളിൽ ഇരുന്ന് അതെനിക്ക് മനസ്സിലാവും ബേസിക്കലി. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ തെറ്റിപ്പോവും. ഓഫ് കോഴ്സ് നമ്മൾ ഹ്യൂമൺ ഇറേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഹ്യൂമൺ ഇറേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ പറയും ഒരുപാട് നെഗറ്റീവ് അടിച്ചു, അത് നോർമലായിട്ടാണ് ഞാൻ നോക്കിക്കാണാറ്. 8 to 10 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും തെറ്റിയിട്ടുണ്ടാകും, കുട്ടികളൊക്കെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൺ ആൻ ആവറേജിന് മുകളിലാണ്, എബവ് ആവറേജ് ആണ് ടഫായിട്ടുള്ള ടഫ്നെസ് ലെവൽ എന്ന് പറയുന്നത്. കുറച്ച് ടഫായിരുന്നു, കാരണം എല്ലാം പഠിക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ സമയത്ത് റീകോൾ ചെയ്തെടുക്കണം, അങ്ങനെ ഒരു പ്രശ്നം കൂടെയുണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂ ആണ്, കുട്ടികളൊക്കെ പറയുന്ന ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എബവ് 40, ഓക്കെ, എബവ് 40 എന്തായിരിക്കും, നല്ലൊരു മാർക്കായിരിക്കും.
ഓക്കെ, കട്ട് ഓഫ് എന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു മാർക്കായിരിക്കും. മേ ബി കട്ട് ഓഫ് ആകാം കേട്ടോ, കട്ട് ഓഫ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 36 ഒക്കെ ആണെങ്കിൽ ഈ പ്രാവശ്യം എന്തായിരിക്കും, അറൗണ്ട് ഒരു 40. ഇതിന് താഴത്തേ ഉള്ളൂ. മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു വേരിയേഷനൊക്കെ വന്നിരിക്കാം. എന്നാലും പറയുകയാണ് കേട്ടോ, എബവ് 40 എന്താണ് നിങ്ങൾ നല്ലൊരു സ്കോറാണെന്ന് നിങ്ങൾ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിനെങ്ങനെ പിടിച്ചിരിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ ആൻസർ കീ ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം. അതിനു മുൻപേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ലോങ് ടേം ബാച്ച് നിങ്ങൾ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടാകും, യെസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഇത് വിളിക്കാനിരിക്കുകയാണ്. മേ ബി നെക്സ്റ്റ് ഇയറിലേക്ക് വരും. ഇനി കുട്ടികൾ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് റീകോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം. നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പഠിച്ചിരിക്കണം. ഓക്കെ, കുറച്ച് കുട്ടികളൊക്കെ 2-3 മാസം മുൻപെയാണ് ജോയിൻ ചെയ്തത് അല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് റീകോൾ ചെയ്യാനും, കാരണം റിവിഷന് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിം സിലബസ് ആയിരിക്കും MSc ബേസ്ഡ് ആയിട്ടുള്ള. നിങ്ങൾ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ നോക്കുകയാണെങ്കിൽ സെയിം സിലബസ് ആണ്, ഡിറ്റോ സിലബസ് ആണ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത്, സയൻറ്റിഫിക് ഓഫീസറിനൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോങ് ടേം ബാച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, CSIR നെറ്റിൻ്റെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഓക്കെ, ഇനി എന്താണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഇതും PSC വിളിക്കാൻ പോകുന്ന ഒരു എക്സാമാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ കെമിസ്ട്രി ലോങ് ടേം ബാച്ച് നമ്മൾ ഇതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ CSIR നെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നമ്മൾ CSIR നെറ്റിൻ്റെ ക്ലാസ്സും കൂടി ഇതിൻ്റെ കൂടെ തരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും എക്സാം. ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഇതൊക്കെ നമ്മളൊരു ലോങ് ടേം വിഷനിലേക്ക് നടക്കത്തുള്ളൂ. ഞാൻ പണ്ടും പറഞ്ഞതാണ്, HSST ആണെങ്കിലും MSc ബേസ്ഡ് എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷോർട്ട് ടേം ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ലോങ് ടേം വിഷൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ നോക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ലോങ് ടേമിൽ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 കോഴ്സസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഹാസ് ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലേ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറയുമ്പോൾ യെസ് ഓക്കെ, ആർക്കാണ് കൂടുതൽ, ഇതാ ഫ്ലൂറിനേക്കാൾ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സേ ഇതിൻ്റെ ഓർഡർ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ എന്നുള്ള രീതിയിലായിരിക്കും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഇത് ലെറ്റ്സ് -349 ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പറയാം, യെസ് +349 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഇത് -325 ജസ്റ്റ് വാല്യൂസ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇത് 298 എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ ഇതെന്തായിരിക്കും +298. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതിനേക്കാൾ കുറവായിരിക്കും അല്ലേ. ലെറ്റ്സ് അറൗണ്ട് ഞാനൊന്ന് പറയുകയാണ് 250 എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഓക്കെ, വാല്യൂസ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതിനാണ് ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും യെസ് നമ്മുടെ അയഡിനായിരിക്കും, ഓപ്ഷൻ A. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ക്ലോറിനും ഫ്ലൂറിനും ഒക്കെയാണ് ചോദിക്കാറ്, കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളോട് ഇവിടെ അയഡിനാണ് ചോദിച്ചിരിക്കുന്നത്, വളരെ എളുപ്പത്തിൽ യെസ് ലോവസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല, ഓപ്ഷൻ A. ഇനി രണ്ടാമത്തത്, ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ലിഥിയം, ബെറിലിയം, ബോറോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന, ആൻഡ് ഇവിടെ കാർബണും കൂടെ ഉണ്ട് ഓപ്ഷനിൽ. ഇത് മിസ്സിംഗ് ആണ്, ഇവിടെ കാർബൺ എന്താണ്, മിസ്സിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാലും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. ഇതെന്താണ്, ഇതെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ 5ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ് അല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി അലോങ് ദ പീരീഡ് എന്തായിരിക്കും, ഓക്കെ അലോങ് ദ പീരീഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡൗൺ ദ ഗ്രൂപ്പ് എന്തായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് കോഴ്സ് എന്തായിരിക്കും, ഡൗൺ ദ ഗ്രൂപ്പ് യെസ് ഓക്കെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ, ലിഥിയം, ബെറിലിയം, ബോറോൺ ആൻഡ് കാർബൺ. ഓക്കെ, ഓപ്ഷൻ B. 3, ദ സ്മോളസ്റ്റ് ആനിക് റേഡിയസ് എമംഗ് ദി ഫോളോയിങ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 10 ഇലക്ട്രോൺ ഉള്ള, നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് അല്ലേ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഓക്കെ ഇതാ നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതാ ഇലക്ട്രോൺ, പ്രോട്ടോൺ ഒക്കെ നമ്മൾ എഴുതിക്കൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്.
എന്തായിരിക്കും? യെസ്, കാറ്റയോണിൻ്റെ ചാർജ് കൂടുന്തോറും ഇവരുടെ സൈസ് എന്താകും? സ്മോളർ ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. ഇവിടെ Al3+ ഉണ്ടെങ്കിൽ Al3+ ആയേനെ. ഇവിടെ എന്തായിരിക്കും? യെസ്, Mg2+. ഇതും നിങ്ങൾ വളരെ എളുപ്പത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് 100% ഷുവറാണ്. അപ്പോൾ ഇതൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മേ ബി വിത്ത് ദ ഫോളോയിങ് സോഫ്റ്റ് ബേസ് എന്നുള്ളൊരു ചോദ്യം, ആസിഡ് ബേസ് തിയറി അല്ലേ? ആസിഡ് ബേസ് തിയറിയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതെന്താണ്? ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ കണ്ടോ, ഇവിടെ ഞാൻ വളരെ CO സോഫ്റ്റ് ബേസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. CO എന്താണ്? ദ ഫോളോയിങ് ഇസ് എ സോഫ്റ്റ് ബേസ്. ഓക്കെ, ഇത് മാത്രമെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് കണ്ടോ, H2O ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. H2O NH3 ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈവൻ BF3യുടെ കേസും കൂടെ അല്ലേ? യെസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ROH. ഓക്കെ, ഇതൊക്കെ എന്താണ്? യെസ്, ഹാർഡാണ് അല്ലേ? യെസ്, ഇതെന്താണ്? സോഫ്റ്റ് ബേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CO. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടാകും മേ ബി. ഓക്കെ, ഇനി ഏതിനാണ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്നുള്ളത് ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാകും. VBT-യുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ NiCl4 ഏതാണ്? ടെട്രാഹൈഡ്രലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും sp3 ടെട്രാഹൈഡ്രൽ. വളരെ ഇത് ഞാൻ സോൾവ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ MSc ഒക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കറിയാം സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇതെന്താണ്? ടെട്രാഹൈഡ്രൽ. ഇതെന്താണ്? Cl- എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ടാകും വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. യെസ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ഈവൻ NiCN4 സ്ട്രോങ് ഫീൽഡ്. ഇത് അതേപോലെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്, സ്ക്വയർ പ്ലാനർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി കോപ്പറിൻ്റെ അല്ലേ, കോപ്പർ CuNH342+, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് sp3 അല്ല, മറിച്ച് എന്താണ്? DsP2 ആണ്, സ്ക്വയർ പ്ലാനർ ആണ്. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ എന്തായിരിക്കും? യെസ്, 3d9 ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇതെന്തായിരിക്കും? സ്ക്വയർ പ്ലാനർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അഗെയിൻ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 5B. 6th one, which of the following sulfur nitrogen compound has cradle like skeletal structure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രാഡിൽ ലൈക്ക് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്രാഡിൽ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് S4N4. രണ്ട് രീതിയിലാണുള്ളത്, ക്രോസ് കേജ് സ്കെലറ്റനും അതേപോലെ ക്രാഡിൽ ലൈക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ്? ടെട്രാ സൾഫർ ടെട്രാ നൈട്രൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഓക്കെ, ഇനി the number of electron pairs present in multi-center electron orbital of B5H11 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? B5H11 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം. ഇതെന്താണ്? ക്ലോസോ, നീഡോ, അറക്നോ ഏതാണ്? നമുക്കറിയാം അല്ലേ? ക്ലോസോ, നീഡോ, അറക്നോ. എങ്ങനെയായിരിക്കും? യെസ്, BnHn+6 എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇതെന്ത് വരും? അറക്നോ അല്ലേ? അറക്നോ വരും. അപ്പോൾ സ്കെലട്ടൻ ഇലക്ട്രോൺ പെയർ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, എന്തായിരിക്കും? N+1 ആണെങ്കിൽ N+2 N+3. ഓക്കെ, N+1 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ക്ലോസോ ആയിരിക്കും. N+2 ആണെങ്കിൽ ഇത് നിഡോ ആയിരിക്കും. N+3 ആണെങ്കിൽ ഇതെന്തായിരിക്കും? അറക്നോ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് H11 ആണ് അല്ലേ? അപ്പോൾ ഇത് അറക്നോ ആണ്. അറക്നോ ആയി കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? യെസ്, സ്കെലട്ടൻ ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാൽ യെസ് N+3 അല്ലേ? യെസ്, 5+3 എന്ത് വരും? 8 എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വരും. ഓപ്ഷൻ A. ഓക്കെ, യെസ്. ഇനി 9, which of the following metal carbonyl has EAN റൂൾ? നമുക്കറിയാം അല്ലേ? 18 ഇലക്ട്രോൺ റൂൾ. ഇതൊന്നും ഞാൻ പറയേണ്ട പോലും ആവശ്യമില്ല, ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതെന്തായിരിക്കും? Fe എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4s2 3d6 ആണ്. ഓക്കെ, CO എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ആണ് അല്ലേ? 2 × 5. അപ്പോൾ എന്തായിരിക്കും? 18 ഇലക്ട്രോൺ. ഓക്കെ, അതേപോലെ ക്രോമിയം മോളിബ്ഡനം ടങ്സ്റ്റൺ എല്ലാം ഗ്രൂപ്പ് അത് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും? ക്രോമിയം എന്ന് പറയുന്നത് 4s1 3d5 ആണ്. ഓക്കെ, പ്ലസ് കാർബണൈൽ എത്രയാണ്? 2 × 6 വരും അല്ലേ? അപ്പോൾ സോ യു വിൽ ഹാവ് 6 + 12 എന്ത് വരും? 18. അതേപോലെ മോളിബ്ഡനവും. അതേസമയം വനേഡിയത്തിൻ്റെ കേസാണെങ്കിലോ യെസ് ഏതായിരുന്നു? SCTiV. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 4s2 യെസ് 3d3 ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 5 + 6 × 2 എത്ര വരും? 17 ഇലക്ട്രോൺ എന്ന് വരും അല്ലേ? 17 ഇലക്ട്രോണോ 18 ഇലക്ട്രോൺ? EAN റൂൾ അല്ലേ? അപ്പോൾ ഡസ് നോട്ട് ഒബേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. ഏതാണ്? യെസ്, VO6. ഓക്കെ, സിമ്പിളായിട്ട് 9B. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിൾ ഓഫ് ടൈറ്റാനിയം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2s + 1 Lj എന്ന് പറയുന്നത് അല്ലേ? 2s + 1 Lj.
ഓക്കെ, എന്താണ് എന്താണ് ജെ എന്നുള്ളതൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ടൈറ്റേനിയം ആണ് അല്ലേ, അതായത് ടൈറ്റേനിയം 22 അല്ലേ. അപ്പോൾ എന്തായിരിക്കും 4s2 അതേപോലെ 3d2. ഓക്കെ, Ti3+ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ എന്തായിരിക്കും 3d1, ഒരു ഇലക്ട്രോൺ ആണ് അല്ലേ. യെസ്, അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ബോക്സൊക്കെ വരച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ എന്തായിരിക്കും ഒരു ഇലക്ട്രോൺ. ഓക്കെ, 2s+1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എസ് എത്രയാണ് 1/2 അല്ലേ. സ്പിൻ ഒരു ഇലക്ട്രോൺ ആണ്, എസ് 1/2. അപ്പോൾ 2s+1 എന്ന് പറയുമ്പോൾ 2. ഓക്കെ, വിച്ച് ഇസ് 2. ഓക്കെ, 2 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതെന്തായിരിക്കും, എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും +2 +1 0 -1 -2. ഇനി ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, ടേം സിമ്പൽ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് അതിൽ വരുന്ന വേരിയസ് ആയിട്ട് ഇപ്പോൾ D5ൻ്റെ കോൺഫിഗറേഷനിൽ എത്ര ഉണ്ട് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, വേരിയസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും, ഇത് 2 വരും. ഓക്കെ, 2 വന്നാൽ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും, L 2 ആണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും D ആയിരിക്കും അല്ലേ. യെസ്, അപ്പോൾ എന്ത് വരും, നമുക്ക് 2D എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് >half filled ആണ്. അപ്പോൾ ഇനി J വാല്യൂ കണ്ടുപിടിക്കണം. J വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, >half filled ആണെങ്കിൽ എന്തായിരിക്കും L - S ആയിരിക്കും. ഓക്കെ, >half filled ആണെങ്കിൽ L + S ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, സിംപ്ലി L - S കൊടുത്താൽ മതി. സോറി ഫോർ ദിസ്. ഓക്കെ, L - S, എല്ലിൻ്റെ വാല്യൂ എത്രയാണ് 2, എസിൻ്റെ വാല്യൂ എത്രയാണ് 1/2. എന്ത് വരും, യെസ് 3/2 എന്ന് വരും. സോ 2D 3/2 എന്നുള്ള രീതിയിൽ നമുക്ക് ടേം സിമ്പൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് പിൻ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ഒരു മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, കണ്ടിരിക്കുക. 11 മെറ്റൽ ക്ലസ്റ്റേഴ്സ് വിതൗട്ട് ലിഗാൻഡ് ആർ നോൺ ആസ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നേക്കഡ് അയോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളും ഉണ്ടാകത്തില്ല നേക്കഡ് ആയിട്ട് അല്ലേ, അങ്ങനെ പറയും. യെസ്, നേക്കഡ് അയോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും സിൻറ്റൽ അയോൺസ്. ഓക്കെ, സിൻറ്റൽ അയോൺസ് വിത്തൗട്ട് ലിഗാൻഡ്. ആരാണ് സിൻറ്റൽ അയോൺസിൻ്റെ പ്രിപ്പറേഷനും എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള, ആരുമില്ലാത്ത അല്ലേ. യെസ്, ആരാണെന്നാണ്. അപ്പോൾ അതെന്താണ്, സിൻറ്റൽ അയോൺസ്. ഓക്കെ, യെസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡൈഹാപ്റ്റോലിഗാൻഡ്. അഗെയിൻ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ഹാപ്റ്റിസിറ്റി എന്താണെന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്നും β1 β2 ഈവൻ നമ്മുടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോയിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. C2H4 ആണ് ചോദിച്ചിരിക്കുന്നത് ഹാപ്റ്റിസിറ്റി. യെസ്, ഡൈഹാപ്റ്റോ എന്താണെന്നാണ് എത്തിലീൻ അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഞാൻ പബ്ലിക്കലി അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഓക്കെ, ബേസിക്സ് ആണ്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിൻ്റെ ബേസിക് ലെക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വിച്ച് ഇസ് ദ HNCC കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ്. സിമ്പിളാണ്, n > 4 ആണെങ്കിൽ അതെന്താണ്, HNCC ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇവിടെ 4 ആണോ 3 ആണ് 2 ആണ്, ഇവിടെ എന്താണ് 6. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് സ്കെലട്ടൺ ഇലക്ട്രോൺ പെയറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. നേരത്തെയും സ്കെലട്ടൺ ഇലക്ട്രോൺ പെയറിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇവിടെയും എന്തായിരുന്നു, സ്കെലട്ടൺ ഇലക്ട്രോൺ പെയറിൻ്റെ ഒക്കെ ചോദ്യം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ എന്താണ്, n > 4 ആണെങ്കിൽ അതെന്തായിരിക്കും, ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ കോമ്പൗണ്ട് ആയിരിക്കും. ഈവൻ ഈ കൊടുത്തിരിക്കുന്ന ആളുടെ ജോമെട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, ഇനി സെയിം കാര്യമാണ് അല്ലേ, RH6CO16 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് എത്തിലീൻ അല്ലേ. യെസ്, സിഗ്ലർ-നാറ്റ CH2 എന്താണ്, നമ്മുടെ ഏതൊക്കെയാണ് സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ്, TiCl4 അതേപോലെ AlAt ത്രൈസും അല്ലേ. എന്തായിരിക്കും, നമുക്ക് പോളി എത്തിലീൻ നമുക്ക് കിട്ടും. യെസ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ. അപ്പോൾ എന്താണ്, ഈസ് എ കാറ്റലിസ്റ്റ് ഫോംഡ് ഫ്രം TiCl4 ആൻഡ് ട്രൈഇഥൈൽ അലൂമിനിയം. അപ്പോൾ ഇതാണ് സിഗ്ലർ-കാറ്റലിസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്, കറക്റ്റാണ്. ആൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് ഈസ് സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് ആണോ, അല്ല. ഇതെന്താണ്ടാ, നമ്മൾ എത്തിലീൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഗ്യാസ് ആണ്. ഓക്കെ, റിയാക്ടൻ്റ് എന്താണ്, ഗ്യാഷ്യസ് ഫേസിലാണ്. TiCl4 എന്താണ്, സോളിഡ്. ഇതെന്താണ്, ഡിസോൾവ്. AlAt ത്രൈസ് എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഇൻ ഹെക്സൈൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഡിഫറൻറ്റ് ഫേസ് ആണ്. ഡിഫറൻറ്റ് ഫേസ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും ഇവിടെ, ഹെറ്ററോജീനിയസ് ആയിരിക്കും അല്ലേ. യെസ്, ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് വൺ. ഓക്കെ,
ആൻഡ് സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്. ഇതൊക്കെ എന്താണ്? സ്ട്രേറ്റ് ചെയിൻ എത്തീൻ ടു പോളിത്തീൻ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. ഇനി 15 വിൽസൺ ഡിസീസ് വാസ് കോസ് ഡ്യൂ ടു ദ ടോക്സിക് എഫക്റ്റ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ ദിസ് ഇസ് സ്ട്രേറ്റ് ഫ്രം ദി ലെക്ചർ കോപ്പർ. ഓക്കെ, നമ്മൾ വളരെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് വിൽസൺ ഡിസീസസ് കോപ്പറിൻ്റെതാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16 കുറച്ച് ഡീപ്പായിട്ട് ഇവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. സൈറ്റോക്രോമിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റോക്രോമിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, ഹീം യൂണിറ്റ് പ്രസൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും പിന്നീട് ചോദിച്ചിരിക്കുന്നതൊക്കെ അല്ലേ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ഇവർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ, 16D. ഓക്കെ, ഇനി 17 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് ഫോർ തെർമൽ റിയാക്ടേഴ്സ്. നമ്മൾ +1 +2 കാലഘട്ടങ്ങളിൽ പഠിച്ചതാണിത്. കോമൺലി യൂസ്ഡ് മോഡറേറ്റർ എന്താണ്? ഗ്രാഫൈറ്റും ഹെവി വാട്ടറും ആണ്. അതേപോലെ കാഡ്മിയം റോഡ്സ് എന്തിനാണ്? എക്സസ് ഓഫ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇത് രണ്ടും കറക്റ്റാണ്. അതേപോലെ ഇതും എന്താണ്? എൻ അലോയ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് എ കൂളൻ്റ് ഇൻ തെർമൽ റിയാക്ടർ. അപ്പോൾ ഇത് മൂന്നും എന്താണ്? കറക്റ്റാണ്. അപ്പോൾ ഇതെന്തല്ല, ഫ്യൂവലായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 17A. Now question number 18 which of the following set represent magic numbers for nuclear shells? ഓക്കെ, സ്ട്രെയിറ്റ് ഫോർവേഡ് ടെസ്റ്റ് സീരീസ് എന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു. ഓക്കെ, കണ്ടോ ഏതാണ് മാജിക് നമ്പർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ദ എക്സ്പെരിമെൻ്റലി ഒബ്സേർവ്ഡ് മാജിക് നമ്പേഴ്സ് ആർ 2, 8, 20, 82 ആൻഡ് 126. ഓപ്ഷൻ സി. ഓക്കെ, ടെസ്റ്റ് സീരീസ് എന്നുള്ള ചോദ്യമാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ മില്ലർ ഇൻഡിസസ്. മില്ലർ ഇൻഡിസസ് ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലേ. എന്താണ്? ഇൻ്റർസെപ്റ്റ് നോക്കുക, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക, എന്നിട്ട് LCM എടുത്തിട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതേപോലെ ഇൻ്റർസെപ്റ്റ് ഏതൊക്കെയാണ്? 3A, 2B, 1C. അപ്പോൾ ഞാനിവിടെ ഇൻ്റർസെപ്റ്റ് ഏതൊക്കെയാണ്? 3A എഴുതുകയാണ്, 2B എഴുതുകയാണ്, ഇവിടെ എന്താണ്? 1C. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ ചെയ്തിരിക്കുന്ന എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ എന്തായിരിക്കും? 1/3, 1/2, 1/1. ദാറ്റ് ഈസ് 1. ഓക്കെ, ഇതിൻ്റെ LCM എടുക്കുന്നു, വിച്ച് ഇസ് 3, 2 LCM എടുത്താൽ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. LCM എങ്ങനെയായിരിക്കും? 3, 2 ആകുമ്പോൾ LCM എന്താണ്? 6 ആണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്ത് കിട്ടും? 2, 3, 6 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഇസ് ഓപ്ഷൻ ഡി അല്ലേ. യെസ്, അതും സിമ്പിൾ തന്നെയാണ്. Now 20 which of the following statement is incorrect about calcium fluoride structure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. AB2 ടൈപ്പ് സ്ട്രക്ചർ, സോളിഡ് സ്റ്റേറ്റ്, CaF2 അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് Ca2+ എവിടെയാണ്? FCC which is CCP. ഓപ്ഷൻ എ എന്താണ്? കറക്റ്റ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. F- occupy all tetrahedral voids. സെയിം കാര്യമല്ലടാ ഇവിടെ എഴുതിയിരിക്കുന്നത്. യെസ്, നോക്കിയേ. അപ്പോൾ 4 എന്തായിരിക്കും? Ca2+ഉം 8 F-ഉം. അപ്പോൾ ആര് തന്നെയാണ് കൂടുതൽ? F- തന്നെയാണ് അല്ലേ. എല്ലാ ടെട്രാഹെഡ്രൽ വോയിഡ്സിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് കോമൺ സെൻസ് ആണല്ലേ. കോർഡിനേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഈച്ച് F- ഈസ് സറൗണ്ടഡ് ബൈ 8 Ca2+. അങ്ങനെയാണോ? അല്ല. ഈച്ച് Ca2+ സറൗണ്ടഡ് ബൈ വോട്ട്? സറൗണ്ടഡ് ബൈ 8 F-. ഓക്കെ, വെറസ് ഈച്ച് F- ഈസ് സറൗണ്ടഡ് ബൈ വോട്ട്? 4 Ca2+. ഓക്കെ, കോർഡിനേഷൻ നമ്പർ ഇതും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇൻകറക്റ്റാണ്. നേരെ ഉൾട്ടയാണ് വരേണ്ടത്. ഓക്കെ, യെസ്, സോറി. അതും 21 ദ ലാറ്റിസ് പാരാമീറ്റർ. ഇതൊരു ട്രിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. യെസ്, എന്താ ചോദിച്ചിരിക്കുന്നത്? ടെട്രഗണലാണ് ചോദിച്ചിരിക്കുന്നത്. ടെട്രഗണൽ എന്താണ്? ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ട്രിക്ക്. A = B = C എന്ന് എഴുതുക. എന്നിട്ട് ആദ്യം ഒരു കട്ട്, പിന്നെന്താണ്? 2 കട്ട് അല്ലേ. ഇവരുടെ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ടെട്രഗണൽ എന്താണ്? ഇസ് ഓപ്ഷൻ ഡി, 21D. 22 പൊട്ടാഷ്യം ക്ലോറൈഡ് ഈസ് എക്സ്പോസ്ഡ് ടു പൊട്ടാഷ്യം വേപ്പർ. എ ലൈലാക് കളർ ഈസ് ഒബ്റ്റെയിൻഡ്. ദിസ് ഇസ് ഡ്യൂ ടു. ഓക്കെ, ഈ ലൈലാക് കളർ എന്ന് പറയുന്നത് ലൈറ്റ് വയലറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. യെസ്, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ലൈലാക് കളർ ലൈറ്റ് വയലറ്റ് കളറിനെയാണ് കേട്ടോ. യെസ്, അപ്പോൾ എന്താണ് ഇത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് അല്ലേ. അതേപോലെ NaCl എന്താണ്? യെല്ലോ. LiCl എന്താണ്? പിങ്ക്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കളർ അറിയത്തില്ലെങ്കിൽ പോലും KCl എന്ന് പറയുമ്പോൾ ഈവൺ ഇത് അറിഞ്ഞാൽ പോലും F സെൻറ്റേഴ്സിൻ്റെ KCl എന്താണ്? വയലറ്റ്. ഇത് എത്രയും അറിയാമെങ്കിൽ പോലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്.
23. Yes, X-ray diffraction pattern of a cubic system does not contain, okay, reflection lines. ഈ റിഫ്ലക്ഷൻ ലൈൻസ് 100 അതേപോലെ 111 210 ഓക്കെ 221 ഇതൊന്നും എന്താണ് ഡസ് നോട്ട് കണ്ടെയ്ൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡസ് നോട്ട് കണ്ടെയ്ൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂബിക് ലാറ്റിസ് ഏതാണ്, എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇതാ നമ്മുടെ പ്രിമിറ്റീവ് ആണെങ്കിൽ ഓൾ റിഫ്ലക്ഷൻ എന്താണ് അലൗഡ് ആണ്. ഓൾ റിഫ്ലക്ഷൻ എന്താണ് അലൗഡ് ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി BCC ആണെങ്കിൽ എന്തായിരിക്കും? H+K+L എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. ഓക്കെ, ഈവൺ ആയിരിക്കണം. ഇനി FCC ആണെങ്കിൽ ഓൾ HKL എന്തായിരിക്കണം? ഐദർ ഓഡ് ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. പ്രിമിറ്റീവ് ഓൾ റിഫ്ലക്ഷൻ അലൗഡ് അല്ലേ, ഇതെല്ലാം അലൗഡ് ആണെങ്കിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി FCC ആണെങ്കിലോ HKL എല്ലാം എന്തായിരിക്കണം? ഐദർ ഓടായിരിക്കണം അല്ലെങ്കിൽ ഈവൺ ആയിരിക്കണം. ഇവിടെ കണ്ടോ, ഇത് ഈവൺ ആണ്, ഇതെന്താണ്? ഓടാണ്. ഇങ്ങനെയാണുള്ളത്. ഇനി BCCയുടെ ഒരു കാര്യം നോക്കി നോക്കാം. BCC എന്താണ്? 1+0+0 എന്താണ്? 1. ഇനി 1+1+1 എന്താണ്? 3. ഓക്കെ, 2+1 എന്താണ്? 3. ഓക്കെ, ഇത് ആഡ് ചെയ്യുക. 2+2+1 എന്താണ്? 5. വിച്ച് മീൻസ് ഇവരൊക്കെ എന്താണ്? ഓടാണ്. ഓക്കെ, അതായത് BCC ആണെങ്കിൽ അതെന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. വിച്ച് മീൻസ് ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല? ദിസ് ഡസ് നോട്ട് കണ്ടെയ്ൻ. നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് ആയിരിക്കും BCC. ഓക്കെ, യെസ്. ഇനി 24 വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഗിവ്സ് മെക്റ്റിക് ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് എന്നാണ് നമ്മുടെ ലെക്ചറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈഥൈൽ പാരാ അസോക്സി ബെൻസോയേറ്റ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വേറൊന്നുമില്ല. ഓക്കെ, 24A. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഏരിയാസിൽ നിന്നും നമ്മൾ ഈച്ച് ആൻഡ് എവ്രി കോർണർ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്ത് നമ്മൾ ഒഴിവാക്കുന്നോ അതാണ് ഇവർ ചോദിക്കുന്നത്. ഓക്കെ, HSSTയെ പറ്റി പറയുമ്പോൾ ഓക്കെ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെറുതായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈച്ച് ആൻഡ് എവ്രി കോർണർ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. Z നോമൻക്ലേച്ചർ ഇവിടെ എന്താണ്? ഇതാ CIP റൂള് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ നമ്മൾ നമ്പർ ചെയ്യുക. ഇവിടെ നോക്കിക്കോളൂ, ഇതെന്താണ്? ഇത് 1, ഇത് 1. ഇതാ ലോൺ പെയറിന് എന്തായിരിക്കും? ലീസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും അല്ലേ. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം പോലും അല്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ലീസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. ആറ്റംസിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലോൺ പെയറിന് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ലീസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, സോറി. ഓക്കെ, R ഉം H ഉം എന്താണ്? E ആണല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? E ആണ്. ഇനി ഇതാ ഇത് 1, ഇതാ ഇതെന്താണ്? Z അല്ലേ. സെയിം ആണ്, സൂസമാൻ. ഓക്കെ, അപ്പോൾ ഇത് Z ആണ്, ഇതെന്താണ്? ഇത് R, ഇത് OH അറ്റോമിക് നമ്പർ. ഇതെന്താണ്? അഗെയിൻ Z ആണ്. ഇതെന്താണ്? ഇത് R, ഇത് R. ഇതെന്താണ്? Z. ഓക്കെ, അപ്പോൾ എന്താണ്? ഓപ്ഷൻ A. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ടുണ്ട്. 25. ഓക്കെ, 26 ഏതാണ്? അരോമാറ്റിക് ആണോ എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സുകളിൽ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. 10, 12, 14, 16, 18 ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ചോദിച്ചു, എല്ലാം അറിഞ്ഞിരിക്കണം. ഇതാ 10 അനുലീൻ. ഓക്കെ, ഇവിടെ എന്താണ്? നോൺ അരോമാറ്റിക് ആണ്. കാരണം എന്താണ്? ട്രാൻസ് ഹൈഡ്രജൻ്റെ റിപ്പൽഷൻ കാരണം ഇവരെന്താവും? ലൂസസ് ഇസ് പ്ലനാരിറ്റി, നോൺ അരോമാറ്റിക്. ഓക്കെ, 10 അനുലീൻ എന്താണ്? ഇസ് നോട്ട് അരോമാറ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? നോട്ട് അരോമാറ്റിക് ആണ്. ഓക്കെ, ഇനി 12 അലിനീൻ നോക്കാം. ഇതാ ഇതേപോലെ റിപ്പൽഷൻ ഉണ്ട്. ഇവിടെ എന്താ? ഇത് നോക്കണം കേട്ടോ, ഇത് ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. ഇതെന്താണ്? നോൺ അരോമാറ്റിക്. 12 പൈ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 12. അപ്പോൾ ഇതും എന്താണ്? നോട്ട് അരോമാറ്റിക്. ഇനി അതേപോലെ തന്നെ മക്കളെ 14 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആന്ത്രസീനും ഫിനാന്ത്രീനും ഒക്കെയാണ്. ഇത് എന്തായിരിക്കും? അരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ 14 എന്താണ്? അരോമാറ്റിക്. ഇനി 16 പറഞ്ഞിട്ടുണ്ട്. 16 എന്താണ്? ആൻറ്റി അരോമാറ്റിക് ആണ്. 18 എന്താണ്? അരോമാറ്റിക്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലെക്ചറുകളിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 10ഉം 12ഉം 3 and 4. ഓക്കെ, ബോത്ത് 10 and 12. ഏതെങ്കിലും ഒന്ന് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ എന്താണ് പറയുന്നത്? എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഓവർ ദ ടൈം. ഓക്കെ, നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈ ദ ഇൻ്റർമീഡിയറ്റ് ഫോം ഡ്യൂറിങ് ദ അഡിഷൻ എലിമിനേഷൻ. ഓക്കെ,
അഡിഷൻ, എലിമിനേഷൻ, അരോമാറ്റിക്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, എന്താണ്? യെസ്, മൈസൻഹൈമർ ഇൻ്റർമീഡിയറ്റ് ആണ്. ഇനി നേരെ തിരിച്ച് എലിമിനേഷൻ, അഡിഷൻ, അരോമാറ്റിക് ആണെങ്കിൽ എന്തായിരുന്നേനെ? യെസ്, നമ്മുടെ ബെൻസൈൻ ആയിരുന്നേനെ, അല്ലേ? ഓപ്ഷൻ ബി. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്തു? ആഡ് ചെയ്തു ഇവിടെ, അല്ലേ? എക്സിൻ്റെ അടുത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു ന്യൂക്ലിയോഫൈൽ. എന്നിട്ട് ഈ എക്സിന് എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28 അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വുഡ് റിയാക്ട് ഫാസ്റ്റസ്റ്റ് വിത്ത് എൻബ്രോമോസക്സിനമൈഡ്? എൻബ്രോമോസക്സിനമൈഡ് കണ്ടോ? ഈ സ്ട്രക്ചറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അലൈലിക്കിലും ബെൻസൈലിക് പൊസിഷനിലും. ഓക്കെ, സിമ്പിളാണ്. അലൈലിക്കും ബെൻസൈലിക് പൊസിഷനിലും ബ്രോമിനേഷൻ നടത്തുന്നത്, അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതെന്താണ്? ബെൻസീനിൽ അലൈലിക്കോ വിനൈലിക്കോ ഉണ്ടോ? മീത്തൈൻ ഉണ്ടോ? ഇല്ല. പിരിഡീൻ ഉണ്ടോ? ഓക്കെ, ഇല്ല. ഏതാണ്? ടൊളുവിൻ ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ. യെസ്, ബെൻസൈലിക് ആണ്, അല്ലേ? ബെൻസീന് ബെൻസൈലിക്. ഓക്കെ, ബെൻസൈലിക് പൊസിഷൻ ഉണ്ടല്ലേ? യെസ്. അപ്പോൾ ഈസി ആയിട്ട് ബ്രോമിനേഷൻ നടക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എന്താണ്? ഓപ്ഷൻ ഡി. 29. ഓക്കെ, വിൽസ്മർ ഹാക്ക് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വിൽസ്മർ ഹാക്ക് റിയാക്ഷൻ? ഓക്കെ, ഒരു OMe അല്ലേ, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്? DMFും പ്ലസ് POCl3 അല്ലേ? POCl3 ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിൽസ്മർ റിയേജൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കും? യെസ്, ഓക്കെ, ഇവിടെ ഇപ്പോൾ ആൽഡിഹൈഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നടക്കുക, അല്ലേ? CHO ഗ്രൂപ്പിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. യെസ്, സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താണ് പറയുന്നത്? ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ദാറ്റ് ഡസ് നോട്ട് ലീഡ് ടു വിറ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ വിറ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്കറിയണം, അല്ലേ? റിയാക്ഷൻ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് വിത്ത് ഫോസ്ഫോണിയം ഇലൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കാർബണൈൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ല, ഇവിടെ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവരാരുമായിട്ട് റിയാക്ട് ചെയ്യണം? ഇലൈഡുമായിട്ട് റിയാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയായിരുന്നു, അല്ലേ? ഇലൈഡ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അല്ലേ? PR3. യെസ്, PR3 ഡബിൾ ബോണ്ട് CH2, അല്ലെങ്കിൽ എന്ത് എഴുതാം? ഇങ്ങനെ PR3 പ്ലസ് CH2 മൈനസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ എന്താണ്? PR3 ആണല്ലേ? ഓക്കെ, PR3 ആണ്. അപ്പോൾ ഇവരുമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യണം, അല്ലേ? ഡബിൾ ബോണ്ട് CH2 എന്നുള്ള രീതിയിൽ നമുക്ക് ഫോം ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോടാ? ഇവിടെ ഇപ്പോൾ ആൽക്കൈൽ ഹാലൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇത് CH2 മാത്രമല്ല, ഇവിടെ CR2 വേണമെങ്കിൽ ആവാം കേട്ടോ. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ നിന്ന് HX എലിമിനേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു Hഉം ഇവിടെ നിന്ന് Xഉം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? PPH3 ഓക്കെ, ഡബിൾ ബോണ്ട് CHR എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് HX എലിമിനേറ്റ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടും? PPH3 ഓക്കെ, ഡബിൾ ബോണ്ട് CRH എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇവിടെയാണെങ്കിലും Hഉം Xഉം എന്ത് കിട്ടും? PPH3 ഓക്കെ, ഡബിൾ ബോണ്ട് CHR എന്നുള്ള രീതിയിൽ കിട്ടും. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ H ഉണ്ടോ എലിമിനേറ്റ് ചെയ്യാൻ? HX എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് മീൻസ് ഇലൈഡ് ഇവിടെ പോസിബിൾ ആണോ? ഇലൈഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ചെറുതായിട്ടൊന്ന് ഡിസ്റ്റ് ചെയ്തു. ഓക്കെ, സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇലൈഡ് കാർബണൈലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആൽക്കീൻ ഉണ്ടാകുന്നു. പക്ഷേ ഇവരെന്താ ചോദിച്ചത്? സിമ്പിളായിട്ട് ഇലൈഡ് ആര് ഫോം ചെയ്യുന്നില്ല എന്നുള്ളത്. HXനെ എലിമിനേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ കാര്യം. ഓപ്ഷൻ ബി. ഓക്കെ, 31 എഗെയിൻ ഇതെന്താണ് മക്കളെ? ഈ ചോദ്യം നിങ്ങൾക്ക് മേ ബി ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാകും, പക്ഷേ എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് ഉണ്ടോ? Cl CH2 CH2 S CH2 CH2 Cl. ഓക്കെ, ഇതേപോലെയുള്ള ആളുകളൊക്കെ നമ്മൾ ഡിറ്റോ എസ് CH2 Cl ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, NaOHുമായിട്ട്. യെസ്, ഇതെന്ത് ക്വസ്റ്റ്യനാണ്? ആക്ച്വലി ഇത് NGPയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അല്ലേ? NGP അല്ലെങ്കിൽ എന്താണ്? എൻകീമറിക് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
നോക്കിക്കോളൂ, മസ്റ്റാർഡ് ഗ്യാസ് ഗെറ്റ് ഈസിലി ഹൈഡ്രോളൈസ്ഡ് ഇൻ അക്വസ് NaOH. ദ റേറ്റ് ഓഫ് ഹൈഡ്രോളിസിസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺസ്. ഓക്കെ, അതായത് ഇയാളെ ഹൈഡ്രോളൈസ് ചെയ്യുന്നത് അല്ലേ, യെസ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോട്ട്, യെസ്, നമ്മുടെ ഹൈഡ്രോക്സൈഡ് അയോൺസ്. അതായത് നിങ്ങൾക്കറിയാം SN2 ആണെങ്കിൽ എന്തായിരിക്കും, SN2ൻ്റെ റേറ്റ് എന്താണ്, OH മൈനസ് അയോണിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് പറയാം, ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ SN2നെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ എന്തായി, SN1 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സജസ്റ്റ് എ മെക്കാനിസം കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് ഡാറ്റ ആൻഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ വോട്ട് ക്ലോറൈഡ് അയോൺസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, SN2 അല്ല, ഇതാ അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, SN2 അല്ല. ഓക്കെ, SN2 അല്ലെങ്കിൽ എന്തായിരിക്കും, സൾഫറിൻ്റെ ഈ ലോൺ പെയർ പോയിട്ട് ഇതാ ഇതിൻ്റെ മെക്കാനിസം ഇതാ ഈ CLലേക്ക് പോയിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, റിട്ടൻഷൻ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിമറിക് അസിസ്റ്റൻസ് അല്ലേ, SN1 വിത്ത് ആൻറ്റിമറിക് അസിസ്റ്റൻസ് ബൈ സൾഫൈഡ് അയോൺസ് എന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് റെഫേഴ്സ് ടു ദി പാർട്ടിസിപ്പേഷൻ ഓഫ് നൈബറിങ് ആറ്റം വിത്ത് ലോൺ പെയേഴ്സ് ഓർ പൈ ഇലക്ട്രോൺസ് ദാറ്റ് ടെമ്പറലി ബൈൻഡ്സ് ടു ദി റിയാക്ഷൻ സെൻറ്റർ. അപ്പോൾ ഇതാ ഇയാൾ പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും, ഇതാ ഇവിടെ ബൈൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സെയിം കാര്യമാണ്. ഇവിടെ എന്താണ്, CH2CL എന്ന് കൊടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇയാൾ പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യുന്നു, പ്ലസ് വരുന്നു, ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ഇതും കാണുമ്പോൾ എന്തായിരിക്കും, മേ ബി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും NGP ആണ് മക്കളെ, നമ്മുടെ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ ഓപ്ഷൻ A. 32. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ബൈ ഐഡൻറ്റിഫൈങ് X and Y. നമുക്കറിയാം, ദാ എന്താണ്, ബെൻസാൾഡിഹൈഡ് KCN ETOH അല്ലേ, എത്തനോൾ. അപ്പോൾ എന്തായിരിക്കും, ബെൻസോയിൻ കിട്ടും. ബെൻസോയിൻ കണ്ടൻസേഷനാണ്, അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ X കിട്ടിക്കഴിഞ്ഞു അല്ലേ, CHO KCNും എത്തനോളും ഉണ്ടെങ്കിൽ ബെൻസോയിൻ, X എന്താണ്, ബെൻസോയിൻ. ഓക്കെ, ബെൻസോയിൻ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുന്നു, ZnHgHCl അല്ലേ, ZnHgHCl ആണെങ്കിൽ എന്തായിരിക്കും, ZnHgHCl ആണെങ്കിൽ എന്തായിരിക്കും, യെസ്, നമ്മുടെ വോൾഫ് കിഷ്ണറും ക്ലെമൻസണും അല്ലേ, എന്താണ്, ക്ലെമൻസൺ റിഡക്ഷൻ, യെസ്. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ ബെൻസീൻ വരും. ഓക്കെ, ഇവിടെ CHOH വരും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, CH2 വിത്ത് ബെൻസീൻ എന്നുള്ള രീതിയിൽ വരും അല്ലേ. ഇനി ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, യെസ്, വാട്ടർ പൊക്കോളും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, pH ഇതാ ഇവിടെ നിന്ന് OHും ഇവിടെ നിന്നൊരു Hഉം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, pH CH ഡബിൾ ബോണ്ട് CH pH എന്നുള്ള രീതിയിൽ നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും അല്ലേ. അതെന്താണ്, സ്റ്റിലബീൻ അല്ലേ, യെസ്, ഓപ്ഷൻ A. ഓക്കെ, സ്റ്റിലബീൻ നമുക്ക് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അതും സോൾവ് ചെയ്യാം. എന്താണ്, ഇതാ ഈ ആൽഡിഹൈഡിനെ കേസീനായിട്ട് ബെൻസോയിൻ കണ്ടൻസേഷൻ എന്ത് ചെയ്യുന്നു, യെസ്, ബെൻസോയിൻ കിട്ടുന്നു, യെസ്, ക്ലെമൻസൺ റിഡക്ഷൻ ചെയ്യുന്നു, വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, യെസ്, ഓപ്ഷൻ A. 33. അഗെയിൻ ഹാമറ്റ് ഇക്വേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ, ഹാമറ്റ് ഇക്വേഷൻ അല്ലേ, ഇതും നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഇതാ എന്താണ്, സിഗ്മ X is equal to pK of H minus pK of X. എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്, യൂസ് ദ ഹാമറ്റ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് pK ഓഫ് എ ബേസ് പ്രൊമോട്ടഡ് ഹൈഡ്രോളിസിസ് ഓഫ് പാരാക്ലോറോ. അതായത് യെസ്, ദാ പാരാക്ലോറോ, വിച്ച് മീൻസ് ഇവിടെ എന്തുണ്ട് മക്കളെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ. ഈഥൈൽ ബെൻസോയേറ്റ് COOC2H5, ഇതാണ് നമ്മുടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, ഇനി ഈഥൈൽ ബെൻസോയേറ്റ് ആകുമ്പോൾ ഇവിടെ എന്തില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, pK വാല്യൂ ഓഫ് 4.254 ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ ബെൻസോയേറ്റ്. ഓക്കെ, അതായത് ബേസിക്കലി പറയുന്നത്, ഒരു സെക്കൻഡ് ആണ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ, അതായത് ബേസിക്കലി എന്താ പറയുന്നത്, സിഗ്മ X പറഞ്ഞിട്ടുണ്ട് അല്ലേ, എത്രയാണ്, 0.23. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 0.23 ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷനാണ്, ഈസ് ഈക്വൽ ടു pK ഓഫ് H. pK ഓഫ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ഇയാളുടെ pK ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ pK ഓഫ് H അതായത് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ്, അതെത്രയാ, 4.25 മൈനസ് pK ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് ഈസ് യുവർ, യെസ്, പാരാക്ലോറോ ഈഥൈൽ ബെൻസോയേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ pK ഓഫ് X എന്ന് ഞാൻ എഴുതുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ പി കെ ഓഫ് എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചോ, സിമ്പിൾ അല്ലേ. എന്താണ് 4.25 മൈനസ് 4.23 എത്ര വരും? ഓക്കെ, സിമ്പിൾ ഇക്വേഷൻ 4.02. ദാറ്റ് സെറ്റ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ലേ, സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? യെസ്, ഹാമറ്റ് ഇക്വേഷൻ. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 34. വെൻ എൻ പ്രൊപ്പൈൽ അമൈൻ, നോക്കിക്കോളെ, വെൻ എൻ പ്രൊപ്പൈൽ അമൈൻ, ശ്രദ്ധിക്കണേ, എൻ പ്രൊപ്പൈൽ അമൈൻ, ഓക്കെ, ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് നൈട്രസ് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു റിയാക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡംജനോവാണ് മക്കളെ ഇത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടോ, അമൈൻ, ഇത് HNO2, ഇതെന്താകും? N2+ ആകും. അപ്പോൾ അതേപോലെ ഞാൻ എഴുതുകയാണ്, CH3 CH2 CH2 N2+. ഓക്കെ, ഈൽഡ്സ് എന്തൊക്കെയാണ്? എൻ പ്രൊപ്പൈൽ ആൽക്കഹോളും ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളും. ദ മെക്കാനിസം ഇൻവോൾവ്സ് എ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് കാർബോണിയം അയോൺ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും N2+. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? N2നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. N2നെ ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? CH3 CH2 CH2+ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും, വിച്ച് ഇസ് എ പ്രൈമറി കാർബോക്കേറ്റോൺ. ഇവിടെയും എനിക്ക് എന്താണ്? ഒരു കാർബോക്കേറ്റോൺ ആണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റിംഗ് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ റിംഗ് എക്സ്പാൻഷൻ്റെ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എന്തായിരിക്കും? CH3 CH2+ ആണെങ്കിൽ, ഓക്കെ, ഒന്നുകിൽ ഇതുണ്ടാകാം, അല്ലെങ്കിൽ എന്തുണ്ടാകാം? ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കാം, അല്ലേ? റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ചിട്ട്, ഓർ റീഅറേഞ്ച്മെൻറ്റ്, അല്ലേ? റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ചത് എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇതിങ്ങോട്ടേക്ക് വരുന്നു, ഹൈഡ്രേറ്റ് ഷിഫ്റ്റ് നടക്കുന്നു, അല്ലേ? അപ്പോൾ എന്തായിരിക്കും? CH3 CH+ CH3 എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതിനുശേഷം നിങ്ങൾ ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ, H2 ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെയാണെങ്കിൽ CH3 CH2 CH2OH കിട്ടും. ഓക്കെ, ഇവിടെയാണെങ്കിലോ CH3 CHOH CH3 നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോളും. ഓക്കെ, യെസ്, ഇതാണ് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്, കണ്ടോ? നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോളും ഐസോപ്രൊപ്പൈൽ. സോ വെൻ എൻ പ്രൊപ്പൈൽ അമൈൻ ട്രീറ്റഡ് വിത്ത് HNO2 എന്ത് കിട്ടും? ഡയസോണിയം കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഒരു കാർബോണിയം കിട്ടും. അത് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, എൻ പ്രൊപ്പൈലും ഐസോപ്രൊപ്പൈലും കിട്ടും. ഓഫ് കോഴ്സ് ഇത് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ് സെക്കൻഡ്. ഇത് നിങ്ങൾക്കറിയാം, ഹൈഡ്രേറ്റ് ഷിഫ്റ്റ്, അല്ലേ? യെസ്, അതേപോലെ ഓപ്ഷൻ ബി. ആൻഡ് ഫൈനലി നമ്മൾ ജോൺസ് റിയേജൻറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലേ? ജോൺസ് റിയേജൻറ്റ് കണ്ടോ? യെസ്, ക്രോമിയത്തിൻ്റെത്. ഓക്കെ, സിമ്പിളായിട്ട് പറയാൻ പറ്റും. എന്താണ്? അസിഡിക് അക്വസ് സൊല്യൂഷൻ ഓഫ് ക്രോമിക് ആസിഡ് 1D, അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയോ? യെസ്, അപ്പോൾ തന്നെ ആൻസർ കിട്ടി. പിന്നെ ടെബേസ് റിയേജൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, Cp2Ti എന്ന് പറഞ്ഞിട്ട് ടെബേസ് റിയേജൻറ്റ്. സോ ബേസിക്കലി ഇതെന്താണ്? ഇതൊരു ഇക്വിലിബ്രിയം പോലെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലേ? യെസ്, അപ്പോൾ എന്തായിരിക്കും? Cp2Ti ഡബിൾ ബോണ്ട് CH2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ഏതെങ്കിലും ഒന്നറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 35. എഗെയിൻ 36ാമത്തത് നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. എന്നാലും ഇത് കണ്ടോ നിങ്ങൾ, DMSO, ഡൈമീഥൈൽ സൾഫോക്സൈഡ്. ഓക്കെ, സെയിം സംഭവം, CuCl twice. ഓക്കെ, എന്താണ്? സുവേൺ ഓക്സിഡേഷൻ. ഓക്കെ, മൊഫറ്റ് ആണെങ്കിൽ എന്താണ്? DCC. എഗെയിൻ നമുക്കത് പറയാം. ഞാൻ 35 ക്വസ്റ്റ്യൻ കൊണ്ട് ഇവിടെ ഈ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമുക്ക് പറയാം, അടുത്ത 35. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ടൈം പ്രഷറും കാര്യങ്ങളൊക്കെ ഒരു കൺസേൺ ആക്കി എടുത്തിട്ടാണ് ഞാൻ ഈ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനിയും എക്സാംസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം? അടുത്ത സെഷൻ കൂടെ അപ്ലോഡ് ചെയ്ത് തരാം. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. ഞാൻ പറഞ്ഞ കട്ട് ഓഫിൽ ഇത് താഴെയാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഞാൻ ജനറൽ കട്ട് ഓഫ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ അടുത്ത സെഷൻ കൂടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരാം. താങ്ക് യു ഗൈസ്.